സംസ്ഥാനത്ത് കാലവർഷമെത്തിയതോടെ മഴ കനക്കുമെന്ന മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ടും തിങ്കളാഴ്ച റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ വ്യാപക നാശം. കൊടുങ്ങല്ലൂർ കാഞ്ഞിരപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു. ഒരാളെ കാണാതായി. കുന്നംകുളം അടുപ്പൂട്ടി ഉരുളിക്കുന്നിൽ മണ്ണിടിഞ്ഞു. 15ഓളം വീടുകൾ അപകടഭീതിയിൽ. ജില്ലയിലെ ദേശീയപാതകളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തികളും കുഴികളും ഗതാഗതക്കുരുക്കിനിടയാക്കുന്നു. പാലപ്പള്ളിയിലെ വൈറൽ മൈതാനം സന്ദർശിച്ച് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. വരന്തരപ്പള്ളി പഞ്ചായത്തിന് കളിക്കളം നിർമ്മിക്കാൻ 1 കോടി രൂപ നൽകുമെന്ന് മന്ത്രി. മറ്റത്തൂരിൽ കാട്ടാനശല്യമുള്ള വനാതിർത്തി ഗ്രാമങ്ങളിൽ ABC വൈദ്യുതി ലൈൻ സ്ഥാപിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. വൈദ്യുതി മന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകി നാട്ടുകാർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ. തൃക്കൂർ കോനിക്കരയിൽ മദ്യം വാങ്ങി നൽകിയതിന്റെ പണം ആവശ്യപ്പെട്ടതിന്റെ വൈരാഗ്യത്തിൽ റോഡിലേക്ക് തള്ളിയിട്ടതിനെ തുടർന്ന് പരിക്കേറ്റയാൾ മരിച്ചു. കോനിക്കര സ്വദേശി ജോസാണ് മരിച്ചത്. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. സംസ്ഥാനത്ത് കാലവർഷമെത്തിയതോടെ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 2009 മെയ് 23 ശേഷം ഇത്രയും നേരത്തെ കാലവർഷം എത്തുന്നത് ആദ്യമാണ്. തൃശൂർ ജില്ലയിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ടും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിങ്കളാഴ്ച റെഡ് അലർട്ടുമാണ്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ യെല്ലോ അലർട്ടാണ്. ജില്ലയിലെ ഖനന പ്രവർത്തനങ്ങൾ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ നിർത്തിവെച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. മലയോര മേഖലയിലുള്ള വിനോദസഞ്ചാരം ഒഴിവാക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. 3 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. ജില്ലാ താലൂക്ക് എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കും. ജനങ്ങളിൽ അനാവശ്യ ഭീതി പടർത്തുന്ന തരത്തിൽ മുൻവർഷങ്ങളിലെ വെള്ളപ്പൊക്കങ്ങളുടെയും മറ്റും ചിത്രങ്ങളോ വീഡിയോ ദൃശ്യങ്ങളോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിൽ കാലവർഷം കനക്കുന്നു. ശക്തമായ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടായി. ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് തോട്ടുപാലത്ത് വീട് തകർന്നു. ആലത്തൂർ മനപ്പറമ്പിൽ കൃഷ്ണൻകുട്ടിയുടെ ഓടുമേഞ്ഞ വീടാണ് പൂർണ്ണമായും തകർന്നത്. വീടിനുള്ളിൽ കൃഷ്ണൻകുട്ടിയും ഭാര്യ രത്നവും മകൻ മനോജും ഉണ്ടായിരുന്നു. നാട്ടുകാരെത്തിയാണ് നിസാര പരിക്കേറ്റവരെ തകർന്ന വീടിനുള്ളിൽ നിന്ന് പുറത്തെത്തിച്ചത്. തിരുവല്ലോമലയിൽ ശക്തമായ കാറ്റിൽ റോഡിലേക്ക് വൈദ്യുതി പോസ്റ്റുകൾ വീണു. തിരുവല്ലോമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് പിൻവശത്തുള്ള റോഡിലാണ് സംഭവം. KECB ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു. ശക്തമായ കാറ്റിൽ കുന്നംകുളം അരിമാർക്കറ്റിലെ ഷീറ്റുകൾ മേഞ്ഞ മേൽക്കൂര തകർന്നു വീണു. കുന്നംകുളം വലിയങ്ങാടിയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സെന്റ് ലാസറസ് പഴയ പള്ളിയുടെ മേൽക്കൂരയിലെ ഓടുകൾ തകർന്നു വീണു. സംഭവ സമയത്ത് പള്ളിക്കുള്ളിൽ മറ്റാരുമില്ലാതിരുന്നതിനാൽ അപകടമൊഴിവായി. പള്ളി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ മേൽക്കൂരയിലെ ഓടുകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരമൊടിഞ്ഞു വീണ് വൈദ്യുതി വിതരണം താറുമാറായി. റോഡരികിൽ നിന്നിരുന്ന വലിയ വാഗമരമാണ് 11 kV വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീണത്. ഇതേ തുടർന്ന് വൈദ്യുതി പോസ്റ്റ് ഒടിയുകയും കമ്പികൾ പൊട്ടുകയും ചെയ്തു. KECB അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു. ശക്തമായ കാറ്റിൽ മാള പുത്തൻചിറ ജോയിയുടെ വീട്ടുപറമ്പിലെ ജാതിമരവും വലിയ കുടംപുളി മരവും കടപുഴകി വീണു. വാഴപ്പള്ളി രാജേഷിന്റെ വീട്ടിലെ 2 തേക്ക് മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. പുത്തൂർ കൊളാങ്കുണ്ട് റബ്ബർ മരങ്ങൾ ഒടിഞ്ഞു വീണു. 4 വൈദ്യുതി തൂണുകൾ തകർന്നു. പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. KECB പട്ടിക്കാട് സെക്ഷൻ ജീവനക്കാർ സ്ഥലത്തെത്തി വിതരണം പുനഃസ്ഥാപിച്ചു. എടവിലങ്ങ് കാര ശ്രീകൃഷ്ണമാരുതി ക്ഷേത്രത്തിന് സമീപം മരം വീണ് കാർ തകർന്നു. വാലത്തറ വിനയന്റെ കാറാണ് തകർന്നത്. ശക്തമായ മഴയിൽ ഇലഞ്ഞിമരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ മരം മറിഞ്ഞു വീണു. വടക്കാഞ്ചേരി ബ്ലോക്ക് ഓഫീസ് പരിസരത്താണ് കൂറ്റൻ പൊങ്ങുമരം മറിഞ്ഞു വീണത്. ഇരുചക്ര വാഹന യാത്രികർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സമീപത്ത് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് മുകളിൽ മരം തട്ടി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കനത്ത മഴയിൽ അവിട്ടത്തൂരിൽ വീട് തകർന്നു. അവിട്ടത്തൂർ സ്വദേശി നാട്ടേക്കാടൻ തോമസിന്റെ ഓടിട്ട വീടാണ് തകർന്നത്. വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കില്ല. ഇരിങ്ങാലക്കുട പൂമംഗലത്ത് ശക്തമായ കാറ്റിൽ വീടിന് മുകളിൽ മരം വീണു. കോമ്പാത്ത് അജിയുടെ വീടിന് മുകളിലാണ് മരം വീണത്. റോഡിന് കുറുകെയാണ് മരം വീണതെങ്കിലും ബൈക്ക് യാത്രക്കാർ അടക്കമുള്ളവർ രക്ഷപ്പെട്ടു. KECB ജീവനക്കാരെത്തി ലൈൻ ഓഫ് ചെയ്തു. തുടർന്ന് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ മരം വെട്ടിമാറ്റി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് TCV. കൊടുങ്ങല്ലൂർ കാഞ്ഞിരപ്പുഴയിൽ മണൽ വാരുന്നതിനിടയിൽ വഞ്ചി മറിഞ്ഞ് കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. മേത്തല പടന്ന പാലയ്ക്കപ്പറമ്പിൽ 38 വയസ്സുള്ള സന്തോഷിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. അപകടത്തിൽ കാണാതായ ഓട്ടറാട്ട് പ്രദീപനായുള്ള തെരച്ചിൽ തുടരുകയാണ്. വെള്ളിയാഴ്ച അർദ്ധരാത്രിയായിരുന്നു സംഭവം. വഞ്ചിയിലുണ്ടായിരുന്ന മറ്റു 2 പേർ നീന്തി രക്ഷപ്പെട്ടു. ശക്തമായ കാറ്റും മഴയുമുള്ള സമയത്ത് കോട്ടപ്പുറം കോട്ടയിൽ പുഴയിൽ മണൽ വാരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്.
തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ ചെറുതുരുത്തി മുസ്ലിം പള്ളിക്ക് സമീപം റോഡിലേക്ക് മരക്കൊമ്പ് ഒടിഞ്ഞു വീണ് കടകൾക്ക് കേടുപാട് സംഭവിച്ചു. ചെറുതുരുത്തി ജുമാ മസ്ജിദിന് മുൻവശത്താണ് ശക്തമായ മഴയിലും കാറ്റിലും മരക്കൊമ്പ് ഒടിഞ്ഞു വീണത്. സമീപത്തുണ്ടായിരുന്ന വൈദ്യുതി കമ്പിയും പൊട്ടി വീണിരുന്നു. ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് സമീപ പ്രദേശത്തെ കടയുടമയായ വീട്ടമ്മയാണ് കമ്പുകൾ വെട്ടിമാറ്റി തടസ്സം നീക്കിയത്. ബന്ധപ്പെട്ട അധികൃതർ സ്ഥലം സന്ദർശിച്ചില്ലെന്ന് ആക്ഷേപമുയർന്നു. കനത്ത മഴയെ തുടർന്ന് കുന്നംകുളം അടുപ്പൂട്ടി ഉരുളിക്കുന്നിൽ മണ്ണിടിഞ്ഞു. 15ഓളം വീടുകൾ അപകടഭീതിയിൽ. ഉയർന്നു നിൽക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തിന് താഴെയാണ് 15ഓളം വീടുകൾ ഉള്ളത്. മണ്ണെടുത്തു മാറ്റാൻ സ്വകാര്യ വ്യക്തി തയ്യാറാണെങ്കിലും ജിയോളജി വകുപ്പിന്റെ അനുമതി ലഭിച്ചില്ല. മഴക്കാലമായാൽ ഈ വീട്ടുകാരിൽ കൂടുതൽ പേരും മാറി താമസിക്കാറാണ് പതിവ്. എന്നാൽ ഈ വർഷം പലർക്കും മാറി താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നിത്യവൃത്തിക്ക് പോലും വകയില്ലാത്ത പ്രായം ചെന്ന രോഗികളാണ് ഇവിടെ താമസിക്കുന്നവരിൽ കൂടുതൽ പേരും. വിവരമറിയിച്ചതിനെ തുടർന്ന് വില്ലേജ് ഓഫീസിൽ നിന്നും അധികൃതരെത്തി സംഭവസ്ഥലം പരിശോധിച്ചു. അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികളും കൗൺസിലർ ബിനു പ്രസാദും ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കുന്നംകുളം. ശക്തമായ കാറ്റിലും മഴയിലും പുതുക്കാട് മേഖലയിൽ നാശനഷ്ടം. പുതുക്കാട് തെക്കേതുറവിൽ ശക്തമായ കാറ്റിൽ വാഴകൃഷി നശിച്ചു. തൃക്കുകാരൻ ജോസഫിന്റെ 200ഓളം കുലച്ച നേന്ത്രവാഴകൾ ഒടിഞ്ഞു വീണു. മോട്ടോർ ഷെഡിന്റെ മേൽക്കൂര പറന്നുപോയി. കല്ലൂർ പച്ചളിപ്പുറത്ത് ശക്തമായ കാറ്റിൽ മരം റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മരം റോഡിലേക്ക് വീണതോടെ പ്രദേശത്തെ വൈദ്യുതി ബന്ധവും താറുമാറായി. വെള്ളിക്കുളങ്ങര മോനോടിയിൽ തേക്കുമരത്തിന്റെ കൊമ്പ് കാറ്റിൽ തിരക്കുള്ള റോഡിലേക്ക് ഒടിഞ്ഞു വീണു. യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന മോനോടി കോടാലി റോഡിലേക്കാണ് സ്വകാര്യ പറമ്പിൽ നിന്നിരുന്ന വലിയ തേക്കുമരത്തിന്റെ കൊമ്പ് അടർന്നു വീണത്. അപകട സമയത്ത് യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. വൈദ്യുതി ലൈനിലേക്കും മരക്കൊമ്പ് വീണെങ്കിലും നാട്ടുകാർ ഇടപെട്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ മരക്കൊമ്പ് വെട്ടിനീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ശക്തമായ കാറ്റിൽ കുന്നംകുളം പട്ടാമ്പി റോഡിലെ കൂറ്റൻ പരസ്യ ബോർഡ് മറിഞ്ഞ് പാതയിലേക്ക് മറിയാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. പട്ടാമ്പി റോഡിലെ 3 നില കെട്ടിടത്തിന് മുകളിലെ 70 അടി നീളമുള്ള വലിയ പരസ്യ ബോർഡാണ് സമീപത്തെ കെട്ടിടത്തിലേക്ക് മറിഞ്ഞത്. ദേശീയപാത കുരട്ടിയിൽ യാത്രാ ദുരിതം രൂക്ഷമാക്കി വെള്ളക്കെട്ടും ചെളിയും. ഗതാഗത സ്തംഭനം മഴ തുടങ്ങിയതോടെ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. മേലൂർ ആറ്റപ്പാടം വഴികളിലൂടെ ചെറുവാഹനങ്ങൾ കടന്നുപോയിട്ടും ദേശീയപാതയിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരമായിട്ടില്ല. പലയിടങ്ങളിലും ചെളി നിറഞ്ഞു കിടക്കുന്നതിനാൽ വാഹനങ്ങൾ ചെറിയ അപകടങ്ങളിലും പെടുകയാണ്. കാനകൾ നിർമ്മിക്കുന്നതിനും കോൺക്രീറ്റ് ഭീമുകൾ സ്ഥാപിക്കുന്നതിനും കുഴിച്ചെടുത്ത മണ്ണ് മഴ പെയ്തതോടെ റോഡിലേക്ക് ഒലിച്ചിറങ്ങി. ഇതുമൂലം ഇരുചക്ര വാഹനങ്ങൾക്ക് പ്രധാന റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മേലൂരിലും ചിറങ്ങരയിലുമാണ് രാപ്പകൽ ഭേദമില്ലാതെ ഗതാഗത സ്തംഭനം. എറണാകുളം ഭാഗത്തേക്കുള്ള ചെറിയ വാഹനങ്ങൾ മുരിങ്ങൂർ ജംഗ്ഷനിൽ നിന്നും മേലൂർ പാലപ്പള്ളി വഴി ചിറങ്ങരയിലേക്കാണ് തിരിച്ചുവിടുന്നത്. മാളച്ചാലിൽ വെള്ളമുയർന്നത് സമീപ പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് 2020 പാർട്ടി മാള പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. പരാതി നൽകാനെത്തിയവരെ ഒരു വിഭാഗം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായി പാർട്ടി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞു. തർക്കമുണ്ടായതിനെ തുടർന്ന് പോലീസ് ഇടപെട്ടാണ് ഇരു വിഭാഗത്തെയും പിരിച്ചുവിട്ടത്. ഇടവേള. KSFE നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ ഉയർന്ന പലിശ. 1 വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപത്തിന് 8.5% പലിശ. ചിട്ടിപ്പണം നിക്ഷേപമാക്കിയാൽ ഇപ്പോൾ 9% വരെ ഉയർന്ന പലിശ. മുതിർന്ന പൗരന്മാർക്കുള്ള വന്ദന നിക്ഷേപ പദ്ധതിക്ക് 8.75% പലിശ. 56 വയസ്സ് തികഞ്ഞാൽ തന്നെ ഈ പദ്ധതിയിൽ നിക്ഷേപിക്കാം. നിക്ഷേപിക്കുന്ന മുഴുവൻ തുകയ്ക്കും ഗവൺമെന്റ് ഗ്യാരണ്ടി. ഇനി തന്നെ അടുത്തുള്ള KSFE ശാഖ സന്ദർശിക്കും. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. സ്വർണ്ണവിലയിൽ ടെൻഷൻ വേണ്ടാട്ടോ. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ് ഉണ്ട്. കല്യാണം ഇനി ഡബിൾ ധമാക്കയിൽ. മനസ്സിലായില്ലേ? അവിടുത്തെ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം ഇരട്ട ലാഭാണ്. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിൽ അഡ്വാൻസ് ബുക്ക് ചെയ്യാം, സ്വർണ്ണവില ബ്ലോക്ക് ചെയ്യാം. 25% മുതൽ 100% വരെ പണിക്കൂലിയിൽ ഇളവ് നേടാം. ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. ലക്ഷ്മിക്കുട്ടി
പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിതേ ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശക്ക് കൂടുതൽ പണം കിട്ടുമല്ലോ. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തകളിലേക്ക്. ദേശീയപാത കുരട്ടിയിൽ വൻ ഗതാഗതക്കുരുക്ക്. 10 കിലോമീറ്റർ ദൂരം താണ്ടാൻ എടുക്കുന്നത് 1 മണിക്കൂറിലധികം സമയം. കൊരട്ടിയിലെ ഗതാഗതക്കുരുക്കിൽ വാഹനങ്ങളുടെ നിര കിലോമീറ്ററുകളോളം നീളുകയാണ്. ഗതാഗതക്കുരുക്കഴിക്കാൻ ബദൽ പാതകളിലൂടെ ചെറുവാഹനങ്ങൾ തിരിച്ചുവിടാൻ ശ്രമിച്ചുവെങ്കിലും ഇത് ഫലം കണ്ടില്ല. തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് സാധാരണഗതിയിൽ 2 മണിക്കൂർ സമയമാണ് എടുക്കാറുള്ളത്. എന്നാൽ നിലവിൽ ഇത് 3.5 മണിക്കൂറിലധികം നീളുകയാണ്. കൊരട്ടി ചിറങ്ങര മേഖലയിൽ 10 കിലോമീറ്റർ ദൂരം കടക്കാൻ 1 മണിക്കൂറിലധികം സമയമെടുക്കുന്നുണ്ട്. ടോൾ നൽകിയിട്ടും ദുരിതയാത്ര ചെയ്യേണ്ടി വരുന്നതിൽ യാത്രക്കാർക്ക് പ്രതിഷേധമുണ്ട്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ദേശീയപാത അതോറിറ്റിക്ക് കത്തെഴുതിയിരുന്നു. എന്നാൽ കുരുക്ക് ഒഴിവാക്കാനായില്ല. TCV ന്യൂസ്, തൃശൂർ. മണ്ണത്തി വടക്കഞ്ചേരി ദേശീയപാത പട്ടിക്കാട് കല്ലടുക്കിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. തൃശൂർ ദിശയിലേക്കുള്ള പാതയിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരിക്കുന്നത്. അടിപ്പാത നിർമ്മാണവും സർവീസ് റോഡിലെ കുഴികളുമാണ് കുരുക്ക് രൂക്ഷമാകാൻ കാരണം. തൃശൂർ കുന്നംകുളം സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ദേശീയപാത ചാവക്കാട് തിരുവത്ര സർവീസ് റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. മഴ കനത്താൽ ഇവിടെ വെള്ളക്കെട്ട് മൂലം വാഹനങ്ങൾ കടന്നുപോകുവാൻ കഴിയാത്ത സ്ഥിതിയിലാണ്. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും കരാർ കമ്പനി അധികൃതർ വെള്ളക്കെട്ട് പരിഹരിക്കാൻ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. നിലവിൽ വലിയ ഗർത്തമുണ്ടായതോടെ ദുരിതം ഇരട്ടിയായി. പല വാഹനങ്ങൾ കുഴിയിൽ വീണു അപകടത്തിൽപ്പെടുന്ന സ്ഥിതിയിലാണ്. ഇതേ തുടർന്ന് പുതിയറയിലെ നാട്ടുകാരായ 3 പേർ ചേർന്ന് കുഴിയിൽ കല്ലിട്ട് വാഹനങ്ങൾ കടന്നുപോകുവാനുള്ള സൗകര്യം ഒരുക്കി നൽകി. വെള്ളക്കെട്ടിനെ തുടർന്ന് പുലർച്ചെ മുതൽ യാത്രക്കാർക്ക് സഹായം ആയി ഇവരുണ്ടായിരുന്നു. പുതിയറയിലെ സർവീസ് റോഡ് പൊളിഞ്ഞു കിടക്കുകയാണ്. 2 വലിയ കുഴിയാണുള്ളത്. വണ്ടികൾ ബ്ലോക്കായിട്ട് ഞങ്ങൾ ഒരുപാട് കല്ലുകൾ പുലർച്ചെ 4 മണിക്ക് ഇടുന്നു തുടങ്ങിയത്. ഇതൊരുക്കും ഒന്നും ആയിട്ടില്ല. അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ, ഹൈവേയുടെ അധികാരികൾ ഇതിന് എന്തെങ്കിലും അടിയന്തരമായി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ വളരെ അപകടകരം സംഭവിക്കും. 2 വട്ടം ചെയ്തതാണ്. എന്നിട്ടും ഇപ്പോൾ മഴക്കാലം വന്നപ്പോൾ റോഡാകെ പൊളിഞ്ഞു കിടക്കുകയാണ്. അതിന് ഹൈവേയുടെ അധികാരികൾ ഇതിന് അടിയന്തരമായി എന്തെങ്കിലും സംവിധാനം ചെയ്തേ പറ്റൂ. എങ്കിൽ വലിയ അപകടത്തിലേക്ക് ഇത് പോകും. പാലപ്പള്ളിയിലെ വൈറൽ മൈതാനത്ത് കായിക മന്ത്രി എത്തി. വരന്തരപ്പള്ളി പഞ്ചായത്തിന് കളിക്കളം നിർമ്മിക്കാൻ 1 കോടി രൂപ നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. സ്ഥലം കണ്ടെത്തി നൽകിയാൽ വരന്തരപ്പള്ളി പഞ്ചായത്തിന് കളിക്കളം നിർമ്മിക്കാൻ 1 കോടി രൂപ നൽകുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. കിക്ക് ഡ്രഗ്സ് സേ യെസ് ടു സ്പോർട്സ് പദ്ധതിയുടെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ തരംഗമായ പാലപ്പള്ളിയിലെ മൈതാനിയിൽ എത്തിയതായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സൗന്ദര്യം മുഴുവൻ പ്രകടമാകുന്ന ഈ പുൽമൈതാനം കായിക കേരളത്തിന്റെ അഭിമാനമാക്കി മാറ്റുമെന്നും കൂടുതൽ മത്സരങ്ങൾ പാലപ്പള്ളിയിലെ മൈതാനിയിൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കുട്ടികളെയും യുവാക്കളെയും കായിക രംഗത്തേക്ക് അടുപ്പിക്കാൻ കായിക വകുപ്പ് കൂടുതൽ പദ്ധതികൾ തയ്യാറാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പാലപ്പള്ളിയിലെ പുൽമൈതാനം ഡ്രോണിൽ പകർത്തി വൈറലാക്കിയ കൊടകര ഉളുമ്പത്തുകുന്ന് സ്വദേശി ഋഷികേശിനെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് മന്ത്രി നയിച്ച മിനിസ്റ്റേഴ്സ് 11-ഉം പാലപ്പള്ളി ഗ്രൗണ്ട് 11-ഉം തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരവും അരങ്ങേറി. മത്സരത്തിൽ പാലപ്പള്ളി ഗ്രൗണ്ട് 11 വിജയിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. മട്ടത്തൂർ പഞ്ചായത്തിലെ കാട്ടാനശല്യമുള്ള വനാതിർത്തി ഗ്രാമങ്ങളിൽ ABC വൈദ്യുതി ലൈൻ സ്ഥാപിക്കണമെന്ന ആവശ്യം എങ്ങുമെത്തിയില്ല. വൈദ്യുതി മന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകി നാട്ടുകാർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. മറ്റത്തൂർ പഞ്ചായത്തിലെ വനാതിർത്തി ഗ്രാമങ്ങളായ ചൊക്കന, നായാട്ടുകുണ്ട്, ആദിവാസി ഉന്നതികളായ ശാസ്താംപൂവം, കാരിക്കടവ് എന്നിവിടങ്ങളിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന 11 kV HT ലൈൻ ABC കേബിൾ ലൈനാക്കി മാറ്റണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വെള്ളിക്കുളങ്ങര സബ്സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്ററിലധികം വനത്തിലൂടെ വലിച്ചിട്ടുള്ള 11 kV ലൈൻ വഴിയാണ് ഇവിടങ്ങളിലേക്ക് വൈദ്യുതി എത്തുന്നത്. കാറ്റിലും മഴയിലും മരങ്ങൾ ഒടിഞ്ഞ് ലൈനിലേക്ക് വീഴുന്നത് മൂലം പലപ്പോഴും ഇരുട്ടിൽ കഴിയേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. ഈ കമ്പി തന്നെ ആകുമ്പോൾ ഭയങ്കര ക്ഷീണകര. കാരണം ആനയുടെ ഭയങ്കര ശല്യമാണ് ഈ കോളനിയിൽ. ഞങ്ങൾ ഇതിക്ക് മുമ്പ് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു കേബിൾ ലൈനായിട്ട് വരാനുള്ളത്. ഇത് നാളെ ഇതുവരായാലും അതിന് തീരുമാനമൊന്നുമില്ല. ആന വന്ന് ഈ മരങ്ങളൊക്കെ തട്ടിയിടാണെങ്കിൽ തന്നെ വൈദ്യുതി ഇതിലിപ്പോൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും KCBക്കാർക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ കോളനിക്ക് വേണ്ടി കേബിൾ ലൈനാക്കി തരാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കാട്ടാനശല്യം രൂക്ഷമായ കാരിക്കടവ് ഭാഗത്തേക്ക് വന്യമൃഗങ്ങളെ ഭയന്ന് രാത്രിയായാൽ ആരും യാത്ര ചെയ്യാറില്ല. ചൊക്കന കാരിക്കടവ് ലൈനിൽ തകരാറുണ്ടായാൽ 2 ആദിവാസി ഉന്നതികളും ചൊക്കനയിലെ തോട്ടം തൊഴിലാളികളുടെ പാടികളും നായാട്ടുകുണ്ടിലെ 100ഓളം കുടുംബങ്ങളും ഇരുട്ടിലാകും. കാട്ടാനശല്യമുള്ളതിനാൽ അറ്റകുറ്റപ്പണികൾക്കായി രാത്രിയിൽ ഇവിടെ എത്താൻ വൈദ്യുതി വകുപ്പ് ജീവനക്കാരും ഭയപ്പെടുകയാണ്. ചെറിയ കാറ്റോ മഴ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കറണ്ട് പോവുകയും അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് KCBയുടെ ഭാഗത്തുനിന്ന് വരാൻ വളരെ താമസം ഉണ്ടാവുന്നുണ്ട്.
വന്യമൃഗങ്ങളെ പേടിച്ച് ഈ പ്രദേശത്തെ ആൾക്കാരും വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങാൻ പോലില്ലാത്ത സ്ഥലമാണ്. അതുപോലെ KSEBിയുടെ ആളുകൾ പേടിച്ചിട്ടാണ് ഈ ഭാഗത്തേക്ക് വരാത്തത്. നമ്മുടെ ഈ ലൈൻ കമ്പി മാറ്റി കേബിളാക്കി കൊടുക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് കറണ്ടിന് ശാശ്വത പരിഹാരമാവുമെന്നാണ് ഈ പ്രദേശം ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. മൊബൈൽ ഫോണിന് പൊതുവെ റേഞ്ച് കുറവായ ഇവിടെ വൈഫൈ മുഖേനയുള്ള ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്തിയാണ് പുറം ലോകത്തുള്ളവരുമായി ബന്ധപ്പെടുന്നത്. വൈദ്യുതി നിലച്ചാൽ ഇതിനും കഴിയാതെ വരും. വൈദ്യുതി ലൈനിൽ മരങ്ങൾ വീണ് രാത്രിയിൽ കറണ്ട് പോകുന്നത് വിദ്യാർത്ഥികളുടെ പഠനത്തെയും ബാധിക്കുന്നു. കറണ്ട് പോണ കാരണം ഞങ്ങൾക്ക് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഈ കമ്പി മാറ്റിയിട്ട് ഞങ്ങൾക്ക് കേബിളാക്കി തരണം. ഈ മേഖലയിലെ HT ലൈൻ കേബിൾ ലൈൻ ആക്കിയാൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കപ്പെടും. മരം വീണ് കമ്പികൾ പൊട്ടുന്നത് പോലെ എളുപ്പത്തിൽ കേബിൾ ലൈൻ പൊട്ടില്ല. ഇതിനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് വനാതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരുടെ ആവശ്യം. TCV ന്യൂസ്, കൊടകര. തൃക്കൂർ കോനിക്കരയിൽ മദ്യം വാങ്ങി നൽകിയതിന് പണം ആവശ്യപ്പെട്ടതിന്റെ വൈരാഗ്യത്തിൽ റോഡിലേക്ക് തള്ളിയിട്ടതിനെ തുടർന്ന് പരിക്കേറ്റയാൾ മരിച്ചു. കോനിക്കര സ്വദേശി വാഴപ്പറമ്പൻ വീട്ടിൽ 58 വയസ്സുള്ള ജോസാണ് മരിച്ചത്. കഴിഞ്ഞ 16-ാം തീയതി കോനിക്കര പാടത്ത് വെച്ചായിരുന്നു സംഭവം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച ഉച്ചയ്ക്കാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്തിനെതിരെ കൊലപാതക കുറ്റത്തിന് കേസെടുത്തു. തൃക്കൂർ മുട്ടൻസ് കോർണർ സ്വദേശി തുണ്ടത്തിൽ വീട്ടിൽ റോയിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മദ്യപിക്കുന്നതിനിടെ മദ്യത്തിന്റെ പണം ചോദിച്ചതിനെ തുടർന്നുണ്ടായ തർക്കത്തിനിടയിൽ റോഡിലേക്ക് ബലമായി തള്ളിയിട്ടതോടെ ജോസിന്റെ തലയൊട്ടി പൊട്ടുകയും തലയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാകുകയും ആയിരുന്നു. പക്ഷേ ഈ വിഷയം പറയാതെ ജോസിനെ ഓട്ടോറിക്ഷയിൽ കയറ്റി വീട്ടിലെത്തിച്ചു. അടുത്ത ദിവസം രാവിലെ ഉണരാതെ വന്നതോടെയാണ് വീട്ടുകാർ ജോസിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പേരകം വാഴപ്പുള്ളിയിൽ മരം മുറിക്കുന്നതിനിടെ തെങ്ങ് കടപുഴകി വീണ് ഒരാൾ മരിച്ചു. പട്ടാമ്പി സ്വദേശി വാസുവാണ് മരിച്ചത്. വാഴപ്പുള്ളി സ്കൂൾ പരിസരത്ത് പേരകം സ്വദേശി രാജന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ മാവ് മുറിച്ചു മാറ്റുന്നതിനിടയിൽ തൊട്ടടുത്ത തെങ്ങ് കടപുഴകി ദേഹത്തേക്ക് വീഴുകയായിരുന്നു. മരം മുറിക്കുന്ന യന്ത്രത്തിന്റെ ശബ്ദം മൂലം തെങ്ങ് കടപുഴകി വീഴുന്നത് അറിയാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് ചാവക്കാട് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. കൊച്ചി തുറമുഖത്തേക്ക് പോയ കൂറ്റൻ കപ്പൽ അറബിക്കടലിൽ ചെരിഞ്ഞു. MSC ലൈബീരിയൻ കപ്പലാണ് ചെരിഞ്ഞത്. കപ്പലിലെ 8ഓളം കാർഗോ കടലിൽ വീണു. അപകടകരമായ രാസവസ്തുക്കളുള്ള കണ്ടെയ്നറുകളാണ് കടലിൽ വീണത്. കൊച്ചി തീരത്ത് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാർഗോ തീരത്തഴിഞ്ഞാൽ പൊതുജനങ്ങൾ തുടരുത് എന്ന് നിർദ്ദേശം നൽകി. നേവിയും കോസ്റ്റ് ഗാർഡും സ്ഥലത്തെത്തി കപ്പലിലുണ്ടായിരുന്ന 24 ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. ബസ് തൊഴിലാളികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ആമ്പല്ലൂരിലെ അടിപ്പാതയിലൂടെ സ്വകാര്യ ബസ്സുകൾ കടത്തിവിട്ടു തുടങ്ങി. വരന്തരപ്പള്ളി, കല്ലൂർ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾക്ക് തൃശ്ശൂരിലേക്ക് പോകാൻ പുതുക്കാടെത്തി തിരിയണമെന്ന നിർദ്ദേശത്തിനെതിരെ മേഖലയിലെ സ്വകാര്യ ബസ്സുകൾ 2 ദിവസമായി പണിമുടക്കിലായിരുന്നു. നിർമ്മാണം പൂർത്തിയായ അടിപ്പാതയിലൂടെ സ്വകാര്യ ബസ്സുകൾ കടത്തിവിട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നായിരുന്നു ബസ് ജീവനക്കാരുടെ പ്രധാന ആവശ്യം. ഇതോടെയാണ് അധികൃതർ ഇടപെട്ടത്. അപകടങ്ങളോ മറ്റ് പ്രതിസന്ധികളോ വന്നാൽ പുതിയ ഗതാഗത പരിഷ്കാരത്തിൽ മാറ്റം വരുത്തുമെന്നും നിലവിൽ 2 ദിവസത്തേക്ക് മാത്രമാണ് ബസ്സുകൾ കടത്തിവിടുകയെന്നും കരാർ കമ്പനിയും പോലീസും RTOയും പറയുന്നു. അതേസമയം ബസ്സുകൾ അടിപ്പാതയിലൂടെ പോകുന്നത് മൂലം സമയക്രമം പാലിക്കാൻ കഴിയുന്നുണ്ടെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വാര്യർ സമാജം കേന്ദ്ര വാർഷിക സമ്മേളനത്തിന് ഇരിങ്ങാലക്കുടയിൽ തുടക്കമായി. സമാജം കേന്ദ്ര പ്രസിഡന്റ് PK മോഹൻദാസ് പതാക ഉയർത്തി. തുടർന്ന് നടന്ന പൊതുസമ്മേളനം പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. സമാജം കേന്ദ്ര പ്രസിഡന്റ് PK മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. VV മുരളീധര വാര്യർ, KV ഗിരീശൻ, K സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വാഴാനി ഡാമിലെ സംഗീത ജലധാരയുടെ നിർമ്മാണ പുരോഗതി MLA സേവിയർ ചിറ്റിലപ്പള്ളി വിലയിരുത്തി. പൂളിന്റെ നിർമ്മാണം 85% പൂർത്തിയായി. കൺട്രോൾ റൂമിന്റെ ഡിസൈനും അന്തിമഘട്ടത്തിലാണ്. അതിവേഗത്തിലാണ് നിർമ്മാണം നടക്കുന്നതെന്ന് MLA പറഞ്ഞു. വാഴാനി ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ PS സാൽവി, തെക്കങ്കര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VC സജീന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ ബിജു കൃഷ്ണൻ, വാർഡ് മെമ്പർ ഷൈനി ജേക്കബ് എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. വാഴാനി മ്യൂസിക്കൽ ഫൗണ്ടൻ അതിൻ്റെ പൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനം 85% അധികരിച്ചു. ഇനി ടൈല് പതിക്കുന്ന പ്രവൃത്തിയാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഉപകരണങ്ങളെല്ലാം തന്നെ ബന്ധപ്പെട്ട കമ്പനി ഇവിടെ ഇറക്കിയിട്ടുണ്ട്. കൺട്രോൾ റൂമിൻ്റെ ഒരു ഡിസൈൻ അംഗീകരിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഡിസൈൻ നോക്കിയത്. ഇറിഗേഷൻ്റെ ഉൾപ്പെടെയുള്ള ഈ രംഗത്ത് താല്പര്യമുള്ള ഒട്ടേറെ ആളുകൾ കൂടി അതൊന്ന് പരിശോധിക്കണം. കാരണം നമ്മുടെ സ്ക്രീൻ തടസ്സം സൃഷ്ടിക്കാത്ത രീതിയിലും കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള രീതിയിലായിരിക്കണം കൺട്രോൾ റൂം എന്നുള്ള നിർദ്ദേശമുണ്ട്. ഇടവേള.
കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്. പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികം. ഏപ്രിൽ 21 മുതൽ മെയ് 30 വരെ എന്റെ കേരളം. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ, വിവിധ വകുപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ, അറിയേണ്ടതും ഉപകാരപ്രദവുമായ പദ്ധതികൾ എന്നിവയുൾപ്പെട്ട ഒരാഴ്ച വീതം നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന, വിപണന, ഭക്ഷ്യ കായിക മേളകൾ, 6 സംസ്ഥാനതല യോഗങ്ങൾ, വികസന പദ്ധതികൾ സംബന്ധിച്ച മേഖലാ അവലോകന യോഗങ്ങൾ, കലാപരിപാടികൾ, പൊതുജനങ്ങൾക്കായി മിഴിവ്, ഷോർട്ട് വീഡിയോ മത്സരം. ഒത്തുചേരാം നാടിന്റെ ആഘോഷത്തിനായി. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ചാഴൂർ പഞ്ചായത്തിലെ സൊസൈറ്റി വേലുവാൻപടി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം ശക്തമാകുന്നു. ചാഴൂർ പഞ്ചായത്തിലെ 15, 16 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന 1.5 കിലോമീറ്റർ നീളമുള്ള ഈ റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിട്ട് മാസങ്ങളായി. നിരവധി പൊതുസ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഈ റോഡുമായി ബന്ധപ്പെട്ടാണ്. ചാഴൂർ പഞ്ചായത്തിലെ വടക്കൻ, തെക്കൻ മേഖലകളിലുള്ളവർക്ക് യാത്ര ചെയ്യാനുള്ള പ്രധാന പാതകളിലൊന്നാണിത്. ജൽജീവൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പിടാൻ പലതവണ വെട്ടിപ്പൊളിച്ചതാണ് റോഡ് പൂർണ്ണമായും തകരാനുള്ള പ്രധാന കാരണം. ഇപ്പോൾ പലയിടത്തും ഒരു വരമ്പു പോലെയാണ് റോഡ് നിലനിൽക്കുന്നത്. റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് പരിസരവാസികൾ നിരവധി പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ബന്ധപ്പെട്ടവർക്ക് പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. സൊസൈറ്റി വേലുവാമ്പടി റോഡിന്റെ ദുരിതങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ പോയെങ്കിലും ഇതുവരെ അതിന് ശാശ്വതമായ പരിഹാരം കാണാൻ ആർക്കും സാധിച്ചു. ഇപ്പോൾ ഈ മഴയത്ത് പൈപ്പ് ലൈൻ കുഴിച്ചപ്പോൾ ദിനം പ്രതി എന്നോളം ഓരോ വാഹനങ്ങൾ റോഡിൽ താഴെയാണ്. ഒരുപാട് പരാതികൾ പറഞ്ഞപ്പോൾ എഞ്ചിനീയർമാരോട് വിളിക്കുമ്പോൾ അവർ പറയുന്നത് പഞ്ചായത്തിനോട് പറയാൻ പറയും. പഞ്ചായത്തിനെ വിളിക്കുമ്പോൾ പറയും എഞ്ചിനീയർമാർ പറയും. ഇതിപ്പോൾ ആരോട് പറയണം എന്നുള്ള പ്രശ്നത്തിനാണ് ജനങ്ങൾ. MLA ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ പുനർനിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് അധികാരികൾ പറയുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഒന്നും പൂർത്തീകരിച്ചിട്ടില്ല. TC വിനോസ്, തൃപ്രയാർ. കേരള ഫോക്ലോർ അക്കാദമിയുടെ ഉപകേന്ദ്രമായി ചാലക്കുടിയിൽ നിർമ്മിക്കുന്ന കലാഭവൻ മണി സ്മാരക നാടൻ കലാപഠന ഗവേഷണ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം ചൊവ്വാഴ്ച നടക്കുമെന്ന് സനീഷ് കുമാർ ജോസഫ് MLA അറിയിച്ചു. രാവിലെ ടൗൺ ഹാളിൽ മന്ത്രി സജി ചെറിയാൻ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. ദേശീയപാതയോരത്ത് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിൽ അനുവദിച്ച 20 സെന്റ് സ്ഥലത്താണ് സ്മാരകം നിർമ്മിക്കുന്നത്. 3 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്. തിയേറ്റർ, മ്യൂസിയം, നാടൻപാട്ട് ഗവേഷണ കേന്ദ്രം തുടങ്ങിയ സൗകര്യങ്ങൾ ആദ്യഘട്ടത്തിൽ ഒരുക്കും. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പനമുക്ക് നവീകരിച്ച വീട്ടുവാൻകുളത്തിന്റെ ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. ഡിവിഷൻ കൌൺസിലർ AR രാഹുൽനാഥ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ കമ്മിറ്റി സെക്രട്ടറി PR കണ്ണൻ, KV വിമൽകുമാർ, MP ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. 22 വർഷത്തോളമായി മൂടിക്കിടന്നിരുന്ന കുളം 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്.
ബി.ജെ.പിയുടെ കേന്ദ്ര ഭരണത്തിനെതിരെ ശക്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം രാജ്യമാകെ വീക്ഷിക്കുകയാണെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ.പി. രാജേന്ദ്രൻ പറഞ്ഞു. CPI ചാലക്കുടി മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രമുഖ തൊഴിലാളി നേതാവായിരുന്ന N.A. ദാമോദരന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പുരസ്കാരം മുൻ MLA A.K. ചന്ദ്രന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം C.N. ജയദേവൻ സമ്മാനിച്ചു. ജില്ലാ സെക്രട്ടറി K.K. വത്സരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി T.R. രമേഷ് കുമാർ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K.G. ശിവാനന്ദൻ, V.S. പ്രിൻസ്, T. പ്രദീപ് കുമാർ, K.S. ജയ, മണ്ഡലം സെക്രട്ടറി C.V. ജോഫി തുടങ്ങിയവർ സംസാരിച്ചു. ഇരുപത്തിയേഴ് വർഷത്തെ സ്തുത്യർഹമായ സേവനം പൂർത്തിയാക്കി വിരമിക്കുന്ന വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി P.A. ഉണ്ണികൃഷ്ണന് യാത്രയയപ്പ് നൽകി. A.C. മൊയ്തീൻ MLA പൊന്നാടി അണിയിച്ച് ഉപഹാരം സമർപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് T.M. വേണു അധ്യക്ഷനായിരുന്നു. വടക്കാഞ്ചേരി മുനിസിപ്പൽ ചെയർമാൻ P.N. സുരേന്ദ്രൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T.R. ഷോബി, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ലാദൂർ തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റിലപ്പള്ളി പുലിയംതിർക്കോവിൽ ശ്രീ മഹാശിവക്ഷേത്രത്തിൽ രുക്മിണി സ്വയംവരം ഘോഷയാത്ര സംഘടിപ്പിച്ചു. ശ്രീമദ് ഭാഗവത സപ്തായജ്ഞത്തോടനുബന്ധിച്ചാണ് രുക്മിണി സ്വയംവരം ഘോഷയാത്ര സംഘടിപ്പിച്ചത്. യജ്ഞാചാര്യൻ വെള്ളത്തെട്ട് കിഴക്കേടത്തുമന B.V. മാധവൻ നമ്പൂതിരി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. അല്ലാതെ ഭഗവാനിലേക്ക് എത്താൻ കഴിയില്ല. കാരണം ബ്രാഹ്മണനാരാണ്? വേദങ്ങളെ ഹൃദയത്തിൽ ധരിച്ചിരിക്കുന്ന ആളാണ്. ആ വേദത്തിലൂടെ അല്ലാതെ പറ്റില്ല മനസ്സിലാക്കി രുക്മിണി ദേവി ആ ബ്രാഹ്മണന്റെ. എരുമപ്പെട്ടി ആറ്റത്തറ ചിറമൽ ജോൺസന്റെ വീട്ടുമുറ്റത്ത് വിളഞ്ഞു നിൽക്കുന്ന പീനട്ട് ബട്ടർ ഫ്രൂട്ട് കാഴ്ചക്കാരുടെ മനം നിറയ്ക്കുന്നു. രുചിയിലും രൂപവർണ്ണ ഭംഗിയിലും ഏറെ കേമനാണ് ഈ കുഞ്ഞൻ പഴം. വിദേശിയായ പീനട്ട് ബട്ടർ ഫ്രൂട്ട് അമേരിക്കൻ ഫ്രൂട്ട് എന്നും അറിയപ്പെടും. നിലക്കടലയുടെയും വെണ്ണയുടെയും രുചി ഒത്തുചേർന്ന പീനട്ട് ബട്ടറിന്റെ മാംസളമായ പുറംതോടും കുരുവിനുള്ളിലെ പരിപ്പും ഭക്ഷ്യയോഗ്യവും രുചികരവുമാണ്. കായ്ക്കുമ്പോൾ പച്ചനിറവും മൂക്കുമ്പോൾ മഞ്ഞയും പഴുക്കുമ്പോൾ കടും ചുവപ്പ് നിറവുമാണ് ഈ ഫ്രൂട്ടിനുള്ളത്. ഏത് കാലാവസ്ഥയിലും ചെടി വളരുകയും കായ്ക്കുകയും ചെയ്യും. ഇത് 6 കൊല്ലം മുമ്പ് ഞാൻ കൂറാഞ്ചേരി പോയപ്പോ അവിടുന്ന് കിട്ടിയതാണ്. ഇതിന്റെ ഫ്രൂട്ട് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. കപ്പലണ്ടിയുടെ ടേസ്റ്റാണ്. അങ്ങനെ വാങ്ങിച്ച് വെച്ചതാണ്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ഫ്രൂട്ട് ഉണ്ടാവാൻ തുടങ്ങി. ഏറെ പോഷകങ്ങളാൽ സമ്പന്നമാണ് പീനട്ട് ബട്ടർ. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന പീനട്ട് ബട്ടർ ഹൃദയാരോഗ്യത്തിനും ഗുണകരമാണ്. TCV എരുമപ്പെട്ടി. ഗുരുവായൂർ ഇരിങ്ങപ്പുറം മണിഗ്ര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം തുടരുന്നു. കുറുവല്ലൂർ കൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ഇതോടനുബന്ധിച്ച് സമൂഹ പ്രാർത്ഥന നടന്നു. ഞായറാഴ്ച രുക്മിണി സ്വയംവരം നടക്കും. ബുധനാഴ്ചയാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം. ആഘോഷ കമ്മിറ്റി സെക്രട്ടറി ബാബുരാജ്, പ്രസിഡന്റ് മുരളി, സിദ്ധാർത്ഥൻ എന്നിവർ നേതൃത്വം നൽകി. അപകടത്തിൽ പരിക്കേറ്റ് തൃശൂരിലെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന യുവതി ചികിത്സാ സഹായം തേടുന്നു. ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കുന്നതിനായി കോട്ടപ്പുറം നവമി കലാകായിക വേദി ആക്രി ചാലഞ്ച് നടത്തി. കോട്ടപ്പുറം ചീരോത്ത് വീട്ടിൽ ഉദയന്റെ മകളായ കീർത്തന മെയ് 17 പുലർച്ചെ വിയൂർ പാലത്തിന് സമീപം വെച്ചാണ് അപകടത്തിൽപ്പെട്ടത്. മേക്കപ്പ് ആർട്ടിസ്റ്റായ കീർത്തന ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് സ്കൂട്ടറിൽ വരുന്ന വഴിക്ക് എതിരെ വന്നിരുന്ന ലോറി ഇടിക്കുകയായിരുന്നു. ഭീമമായ ചികിത്സാ ചെലവാണ് കീർത്തനയ്ക്ക് ആവശ്യമായി വരുന്നത്. നവമി ക്ലബ്ബ് പ്രസിഡന്റ് PK അഭിജിത്ത്, സെക്രട്ടറി CB ആദിത്യൻ എന്നിവർ ധനസഹായത്തിനുള്ള ആക്രി ചലഞ്ചിന് നേതൃത്വം നൽകി. കീർത്തനയെ സഹായിക്കാൻ സന്മനസ്സുള്ളവർ 9846764736 എന്ന ഗൂഗിൾ പേ നമ്പറിലോ പണം അയക്കാവുന്നതാണ്. TCV ന്യൂസ് എരുമപ്പെട്ടി.
ശതാബ്ദിയുടെ നിറവിൽ നൽകുന്ന വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് +2 പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം. ഈ വർഷം 172 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 151 പേർ വിജയിച്ചു. 87.8 വിജയശതമാനം. 5 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി. കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ തൃശൂർ ജില്ലയിലെ സർക്കാർ സ്കൂളുകളിലെ പട്ടികയിൽ 41ാം സ്ഥാനത്ത് നിന്നിരുന്ന സ്കൂൾ ഈ വർഷം 9ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും PTA ഭാരവാഹികളും കേക്ക് മുറിച്ച് വിജയം ആഘോഷിച്ചു. പ്രിൻസിപ്പൽ KB പ്രീത, PTA പ്രസിഡന്റ് VG സുനിൽ, വരവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK ബാബു, പഞ്ചായത്ത് അംഗം BK സേതുമാധവൻ, അധ്യാപകരായ സിന്ധു M നാരായണൻ, B രേണുക, ജയകുമാരി എന്നിവർ സംസാരിച്ചു. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് യുവാവ് തുടർ ചികിത്സയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നു. ചാഴൂർ കോലോത്തുംകടവ് സ്വദേശി 39 വയസ്സുള്ള സജിത് കുമാറാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. സജിത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ വൃക്ക മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ളത്. സ്വകാര്യ ബസ് തൊഴിലാളിയായിരുന്ന സജിത്തിന് അസുഖത്തെ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാതായി. ഇതേ തുടർന്ന് അമ്മയും സജിത്തുമടങ്ങുന്ന കുടുംബത്തിന്റെ ഏക വരുമാന മാർഗവും നിലച്ചു. 40 ലക്ഷം രൂപ ചെലവ് വരുന്ന വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും പണം കണ്ടെത്തുന്നതിനായി നാട്ടിക MLA CC മുകുന്ദൻ രക്ഷാധികാരിയും വാർഡംഗം ഗിരിജൻ പൈനാട്ട് ചെയർമാനുമായി കമ്മിറ്റി രൂപീകരിച്ചു. സജിത്തിനുള്ള സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതിന് കനറ ബാങ്കിന്റെ പഴുവിൽ ശാഖയിൽ സഹായ സമിതിയുടെ പേരിൽ 110238072410 എന്ന നമ്പറിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. TCV ന്യൂസ്, തൃപ്രയാർ. CPI ചേലക്കര മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം നടന്നു. CPI മുതിർന്ന നേതാവ് B ഗംഗാധരൻ ചുങ്കം സെന്ററിൽ പതാക ഉയർത്തി സമ്മേളനത്തിന് തുടക്കം കുറിച്ചു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുധീർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി കൺവീനർ P ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു. CPI സംസ്ഥാന കൌൺസിൽ അംഗം KP സന്ദീപ്, ഷീല വിജയകുമാർ, MR സോമനാരായണൻ, EM സതീശൻ, സംഘാടക സമിതി ചെയർമാൻ KR സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. അതിന്റെ ഭാഗമായി നടക്കുന്ന വിവിധ ഘടക സമ്മേളനങ്ങൾ കഴിയാവുന്ന രീതിയിൽ സാമ്പത്തികമായാണെങ്കിലും പണ്ഡിറ്റ് KP കറപ്പൻ മാസ്റ്ററുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി ജന്മദിന വിളംബര ഘോഷയാത്ര നടത്തി. പുത്തൻവേലിക്കര ശ്രീ കുരുനിലായ്ക്കൽ ഭഗവതി ക്ഷേത്രാങ്കണത്തിൽ നിന്നും ആരംഭിച്ച വിളംബര ഘോഷയാത്ര വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ആനാപ്പുഴ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് പണ്ഡിറ്റ് KP കറപ്പൻ സ്ക്വയറിൽ പതാക ഉയർത്തലും പുഷ്പാർച്ചനയും നടത്തി. വർഷ K ജോഷി, KN ജ്യോതിഷ്, ഡോക്ടർ G ഉഷാകുമാരി, ബക്കർ മേത്തല, AN ശ്രീകുമാർ, തങ്കരാജ് ആനാപ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു. എടവലങ്ങ് ഗവൺമെന്റ് ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഒസാപ്സ് എടവലങ്ങിന്റെ 2ാം വാർഷികാഘോഷത്തിന്റെ വിളംബരമായി ലഹരിക്കെതിരെ ജനകീയ വാക്കത്തോൺ സംഘടിപ്പിച്ചു. കാരയിൽ നിന്നും ആരംഭിച്ച വാക്കത്തോൺ ET ടൈസൺ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ഒസാപ്സ് പ്രസിഡന്റ് VM ബൈജു, എടവലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, പഞ്ചായത്ത് മെമ്പർ ജോസ്മി ടൈറ്റസ്, എറിയാട് ഗ്രൗണ്ട് യൂസേഴ്സ് ക്ലബ് പ്രസിഡന്റ് EV രമേശൻ, കാതിയാളം സ്പോർട്സ് അക്കാദമി പ്രസിഡന്റ് സാബിക് മൗലവി തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,990 രൂപ, പവന് 71,920 രൂപ, വെള്ളി ഗ്രാമിന് 110 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,728 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കാലവർഷമെത്തിയതോടെ മഴ കനക്കുമെന്ന മുന്നറിയിപ്പ്. തൃശൂർ ജില്ലയിൽ ഞായറാഴ്ച ഓറഞ്ച് അലർട്ടും തിങ്കളാഴ്ച റെഡ് അലർട്ടും പ്രഖ്യാപിച്ചു. ജാഗ്രത പാലിക്കണമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ജില്ലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ വ്യാപക നാശം. കൊടുങ്ങല്ലൂർ കാഞ്ഞിരപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഒരാൾ മരിച്ചു, ഒരാളെ കാണാതായി. കുന്നുകുളം അടുപ്പൂട്ടി ഉരുളിക്കുന്നിൽ മണ്ണിടിഞ്ഞു, 15ഓളം വീടുകൾ അപകടഭീതി. ജില്ലയിലെ ദേശീയപാതകളിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ദേശീയപാതയിലെ നിർമ്മാണ പ്രവൃത്തികളും കുഴികളും ഗതാഗതക്കുരുക്കിനിടയാക്കും. പാലപ്പള്ളിയിലെ വൈറൽ മൈതാനം സന്ദർശിച്ച് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹ്മാൻ.
വരന്തരപ്പള്ളി പഞ്ചായത്തിന് കളിക്കളം നിർമ്മിക്കാൻ 1 കോടി രൂപ നൽകുമെന്ന് മന്ത്രി. മട്ടത്തൂരിൽ കാട്ടാനശല്യമുള്ള വനാതിർത്തി ഗ്രാമങ്ങളിൽ ABC വൈദ്യുതി ലൈൻ സ്ഥാപിക്കണമെന്ന ആവശ്യം എങ്ങും എത്തിയില്ല. വൈദ്യുതി മന്ത്രി അടക്കമുള്ളവർക്ക് നിവേദനം നൽകി നാട്ടുകാർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെ. തൃക്കൂർ കോനിക്കരയിൽ മദ്യം വാങ്ങി നൽകിയതിന്റെ പണം ആവശ്യപ്പെട്ടതിന്റെ വൈരാഗ്യത്തിൽ റോഡിലേക്ക് തള്ളിയിട്ടതിനെ തുടർന്ന് പരിക്കേറ്റയാൾ മരിച്ചു. കോനിക്കര സ്വദേശി ജോസാണ് മരിച്ചത്. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.